മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര. ജില്ലാ വിഭജനം റവന്യൂ സൗകര്യത്തിനാണെന്നും മതപരമായ കണ്ണിലൂടെ കാണരുതെന്നും നേതാക്കൾ. മലപ്പുറത്തെ ജനസംഖ്യ 47 ലക്ഷമായെന്നും ജില്ലാ വിഭജനം അനിവാര്യമാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് കേരള യാത്രയുടെ അജണ്ടയായി മലപ്പുറം ജില്ലാ വിഭജനം മാറുന്നത്. വിവരങ്ങൾ രമ്യ ദാസ് നൽകും. രമ്യ, നമുക്കറിയാം NDF-ഉം പോപ്പുലർ ഫ്രണ്ടും SDPയും പോലുള്ള ഭീകര സംഘടനകൾ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ല വിഭജിക്കണമെന്നത്. ഇപ്പോൾ ഇതാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് വെറും മുന്നോട്ട് വയ്ക്കുകയല്ല, ഒരു കേരള യാത്ര തന്നെ നടത്തുകയാണ്. പറയൂ രമ്യ. തീർച്ചയായും അമൽ, കാരണം മുൻ സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ നിരവധി മുസ്ലിം സംഘടനകൾ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ വിഭജിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് പലതവണയായി ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള മനുഷ്യർക്കൊപ്പം എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കേരള യാത്ര പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ 7ാം ദിവസം മലപ്പുറം ജില്ലയിലൂടെ പര്യടനം നടത്തുന്ന ഇടയിലാണ് ഇത്തരത്തിൽ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിലൊരു ആവശ്യം, കാരണം ഇത് അതിപ്രധാനമായ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഇവരുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇതിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നേതാക്കൾ മുന്നോട്ട് വരുന്നത്. ഈ ഉപനായകന്മാരായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ, അതുപോലെ തന്നെ അബ്ദുൾ റഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി തുടങ്ങിയ നേതാക്കളാണ് ഇത്തരത്തിൽ ഈ യാത്രയുടെ നായകത്വം വഹിച്ചുകൊണ്ട് ഈ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ മലപ്പുറത്തെത്തിയപ്പോൾ ഈ ഒരു ആവശ്യവുമായി ഈ നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നതാണ് ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന ആശയം. കൂടാതെ തന്നെ ഈ റവന്യൂ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു, അല്ലെങ്കിൽ റവന്യൂ സൗകര്യത്തിനായിട്ടാണ് ഇത്തരത്തിലൊരു വിഭജനം അനിവാര്യമാണ് അല്ലെങ്കിൽ ആവശ്യമാണെന്ന് ഈ നേതാക്കൾ പറയുന്നത്. കൂടാതെ തന്നെ ഈ അവർ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യങ്ങൾ ഈ ജില്ലയുടെ വിഭജനം എന്നുള്ളത് ഒരു മതത്തിൻ്റെ പേരിലാണ് അത്തരത്തിൽ കാണരുത്. ഈ വിഭവങ്ങൾ അർഹമായ രീതിയിൽ എല്ലാവരിലേക്കും എത്താൻ, അതായത് താഴെത്തട്ടിലേക്ക് എത്താനാണ് ഇത്തരത്തിലൊരു വിഭജനം അനിവാര്യമാണെന്ന് അല്ലെങ്കിൽ ആവശ്യമാണെന്ന് പറയുന്നത്. ഇത് മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി തന്നെ കാണണം. അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിനെ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വിഭജനം അനിവാര്യമാണെന്ന്, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ ആവശ്യമായും ഇത് മലപ്പുറം ജില്ലക്കാരുടെ തന്നെ ആവശ്യമായിട്ട് ഈ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ ഇത്തരത്തിൽ SDPI അതുപോലെ തന്നെ മറ്റ് മത സംഘടനകൾ ഈ ആവശ്യമായി മുന്നോട്ട് വന്നിരുന്നു. ഇതിൽ തന്നെയാണ് ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് വളരെ വലിയൊരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടിട്ട് ഈ കേരള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ നടത്തുന്ന ഈ AP കാന്തപുരം വിഭാഗത്തിൻ്റെ ഈ യാത്രക്കിടയിൽ ഇത്തരം ഒരു ആവശ്യവുമായിട്ട് ഈ മലപ്പുറത്തെത്തിയപ്പോൾ ഇത്തരം ഒരു ആവശ്യവുമായിട്ട് ഈ നേതാക്കൾ രംഗത്ത് വരുന്നത്. അമൽ. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നടത്തുന്നത്. ജില്ലാ വിഭജനം റവന്യൂ സൗകര്യത്തിനാണെന്നും മതപരമായ കണ്ണിലൂടെ കാണരുതെന്നും നേതാക്കൾ പറയുന്നു. മലപ്പുറത്തെ ജനസംഖ്യ 47 ലക്ഷമായെന്നും ജില്ലാ വിഭജനം അനിവാര്യമാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് ആവശ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെയാണ് കേരള യാത്രയുടെ അജണ്ടയായി മലപ്പുറം ജില്ലാ വിഭജനം മാറുന്നത്. വിവരം നൽകുകയായിരുന്നു രമ്യ ദാസ്.